അപ്പുസേ, ഡ്രസ് ഇടാതെ നടക്കുവാണോ? ഇങ്ങോട്ട് വാ, അമ്മ ഡ്രസ് ഇട്ട് തരാം. എടാ അപ്പൂസേ, എന്താ ഇത്? അമ്മ നിന്നെ കൊണ്ട് പറഞ്ഞതല്ലേ, നിനക്ക് ചൂച്ചു വന്ന അമ്മനെ കൊണ്ട് പറയണം, അമ്മ ബാത്റൂമിൽ കൊണ്ടാക്കും, ബാത്റൂമിൽ ഇതിനെ ചൂച്ചു പോണെന്ന്. ഇങ്ങനെ ഷഡിയിലൊന്നും ചൂച്ചു പോകാൻ പറ്റില്ലെന്ന് അമ്മ പറഞ്ഞതല്ലേടാ. അപ്പൊ നിനക്ക് ചൂച്ചു വന്നാൽ നീ അമ്മനെ കൊണ്ട് പറയായിരുന്നില്ലേ? എന്താ പറയാതെ വീട്ടിൽ തന്നെ ചൂച്ചു പോയത്? എന്ത്? അപ്പു ചൂച്ചു പോയില്ലേ? പിന്നെ വേറെ ആരെവിടെ ചൂച്ചു പോയത്? എല്ലാം പറയും. എടാ അപ്പൂസേ, ചൂച്ചു വന്ന് അമ്മനെ കൊണ്ട് പറയണമെന്നല്ലേ പറഞ്ഞത്. ഇങ്ങനെ ഷഡിയിലെ ചൂച്ചു പോകാൻ പറ്റില്ല. എന്തിനാണ് ചൂച്ചു പോയത്? എടാ കള്ള, ചൂച്ചു പോയിട്ട് ചൂച്ചു പോയില്ല എന്നാണോ പറയണേ? നീ ഇവിടെ ചൂച്ചു പോയില്ലെങ്കിൽ പിന്നെ വേറെ ആരാ ചൂച്ചു പോയത്? നിന്റെ ചേച്ചിയാണോ? അത് ശരി, റിയ ആണോ ചൂച്ചു പോയത്? എടാ അമ്മു, അമ്മയ്ക്ക് അറിയാലോ അപ്പൂസാണ് ചൂച്ചു പോയതെന്ന്. അമ്മ വെറുതെ പറഞ്ഞതാ. പക്ഷെ എടാ അപ്പൂസേ, നീ ചൂച്ചു പോയിട്ട് ചേച്ചിന്റെ മേലെയാണോ പറയണേ? എടാ അമ്മൂസേ, നീ ചൂച്ചു പോയിട്ടില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. അവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ ഏതോ വെറുതെ പറയാണ്. അതിന് പോയാണോ നീ കരയുന്നത്? അയ്യോ റിയ, അവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ എന്തോ വെറുതെ പറയണോ, അതിനെയും പിടിച്ച് നീ കരയുന്നല്ലോ. പിന്നെ നിനക്ക് അപ്പൂസിനെ കുറിച്ച് അറിയില്ലേ? അവൻ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിച്ചിട്ട് അവസാനം നമ്മുടെ മേലെ പഴിയിടും. അയ്യോ ശരിയാണ് അമ്മൂസേ, പോട്ടെ, അവൻ വെറുതെ പറയുവാ. ഇപ്പൊ ഇവിടെ അവൻ ചൂച്ചു പോയത് അവനല്ലാന്ന് ഒപ്പിക്കാൻ വേണ്ടിട്ട് അടുത്ത് നീ ഉള്ളത് കൊണ്ട് ഇപ്പൊ നിന്നെ പറയുവാ. ഇനിയിപ്പോ അഥവാ നീ അടുത്തില്ലെങ്കിലോ അവൻ അമ്മനെ പറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ അല്ലാതെ അച്ഛനുണ്ടെങ്കിലോ അച്ഛനെ പറഞ്ഞിട്ടുണ്ടാവും. എന്താ എന്താ അച്ഛനെ പറയണ്? വരും ശിവേട്ടാ, നിങ്ങൾ കറക്റ്റ് സമയത്തിനാണ് എത്തിയത്. അപ്പൊ എന്തോ ഞാൻ തെറ്റായ സമയത്തിന് എത്തിയെന്നാണ് അർത്ഥം. രണ്ടുപേരും കൂടെ ഇന്നെന്ത് പണിയാ ഒപ്പിച്ചിരിക്കണെന്ന് അറിയില്ലല്ലോ. അയ്യോ ഇതാണോ പ്രശ്നം? എടാ അപ്പൂസേ, എന്താടാ നീ ചൂച്ചു പോയിട്ട് ചേച്ചിന്റെ മേലെ പറഞ്ഞോ? എടാ കള്ള. ശിവേട്ടാ, അവനെ കൊണ്ട് ഇവിടെ ആരാ ചൂച്ചു പോയതെന്ന് ചോദിക്കി. എടാ അപ്പൂസേ, ആരാടാ അവിടെ ചൂച്ചു പോയത്? എടാ അമ്മൂസേ, അവൻ വെറുതെ പറയുവാടാ, അതിനാണോ നീ കരയുന്നത്? എടാ അപ്പൂസേ, കള്ളനാടാ നീ. ചൂച്ചു പോയിട്ട് ചേച്ചിന്റെ മേലെ പറയണോ? ശരി ശരി, പോട്ടെ പോട്ടെ, അവൻ കുഞ്ഞു കുട്ടിയല്ലേ, അവൻ വെറുതെ പറയുക. അവൻ പറഞ്ഞാ പറഞ്ഞിട്ട് പോട്ടെ, നീ എന്തിനാ അതിന് കരയുന്നത്? ശരി നീ വാ. ഐഷു, അവനെ കൊണ്ടുപോയി ഡ്രസ്സ് മാറ്റി കൊടുക്ക ആദ്യം. അവന് ഞാൻ ഡ്രസ്സ് മാറ്റി കൊടുക്കാം. ആദ്യം നിങ്ങളുടെ മകളുടെ കരച്ചിൽ നിർത്തി. അയ്യോ അതൊന്നും കുഴപ്പമില്ല. എടാ അമ്മൂസേ, നീ എന്തിനാ കരയുന്നത്? നമ്മുടെ കുഞ്ഞു അനിയനല്ലേ, അവൻ വെറുതെ പറയുക, തമാശക്ക് പറയുവാടാ. നീ വാ, നമുക്ക് പോയി TV കാണാം.
അയ്യോ എടാ അപ്പൂസേ നീ ഒന്നും മിണ്ടാതിരിക്കടാ. എന്തിനാടാ അവളിനെ പറയണ്? എടാ അമ്മൂസേ, അവനാണ് കുഞ്ഞുകുട്ടി, അവൻ അറിയാതെ പറയണു. നീ വലിയ കുട്ടിയായില്ലേ, നീയും ഇങ്ങനെ അവന്റെ കൂടെ ഒപ്പം ചേർന്ന് വാശി പിടിച്ച് കരഞ്ഞാ ശരിയാണോ? ശരി പോട്ടെ വിടടാ അമ്മൂസേ. എടാ അപ്പൂസേ, നീയല്ലേ ചൂച്ചു പോയത്? ചേച്ചി ചൂച്ചു പോയിട്ടില്ല, ഞാനാണ് ചൂച്ചു പോയെന്ന് പറയടാ. എടാ അപ്പൂസ് ചൂച്ചു പോകാതെ പിന്നെ ഇവിടെ ആരാ ചൂച്ചു പോയത്? എന്ത് അച്ഛാന്നോ? എടാ കള്ള, ചേച്ചിനെ പറഞ്ഞത് പോരാണ്ട് ഇപ്പൊ അച്ഛന് പറയുവാണോ? അയ്യോ ശിവേട്ടാ, നിങ്ങൾക്കിത് വേണോ? കള്ള, എടി അമ്മൂസേ, ഇത് കണ്ടോ? അവൻ നിന്നെ പറഞ്ഞിട്ടല്ലേ നീ കരഞ്ഞത്. ഇപ്പൊ നോക്ക്, ചൂച്ചു പോയത് അച്ഛനാണെന്ന് പറയണോ? അതേടാ അമ്മൂസേ, കണ്ടില്ലേ, കുറച്ചു നേരത്തിന്റെ ഉള്ളില് അച്ഛനാണ് ചൂച്ചു പോയെന്ന് പറഞ്ഞത് കൊച്ചു കള്ളൻ. അവൻ കുഞ്ഞു കുട്ടിയല്ലടാ, അവൻ അറിയാതെ വെറുതെ പറയാണ്. നീ അതിനും പോയി കരഞ്ഞിട്ടിരിക്കണല്ലോ. കരയണ്ടട്ടോ, അവൻ നമ്മുടെ ഉണ്ണിക്കുട്ടനല്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അവൻ അറിയാത്തതുണ്ടാടാ. എന്റെ കുട്ടി ഇതിനൊന്നും കരയാൻ പാടില്ല. അവൻ കൊച്ചു കുട്ടിയാണ്. അവൻ എന്തെങ്കിലും പറഞ്ഞാ അവൻ അറിയാതെ പറയാനെന്നും പറഞ്ഞ് അതൊന്നും വലിയ കാര്യമാക്കാൻ പാടില്ല. നീ ചേച്ചിയല്ലേ, നിന്റെ ഉണ്ണിക്കുട്ടൻ എന്തെങ്കിലും പറഞ്ഞാ അതിന് നീ ഇങ്ങനെയാണോ സങ്കടപ്പെട്ട് കരയുന്നത്? എടാ അപ്പൂസേ, അവിടെ നോക്ക്, നീ ചൂച്ചു പോയി എന്ന് പറഞ്ഞത് കൊണ്ട് ചേച്ചി കരയണോ? കരയണ്ടോ പറയടാ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ വരാം ട്ടോ.